Good morning. നമുക്കിന്ന് Good morning, ma'am. 9 മണി മുതൽ ടെസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്റർ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാണ്. ഇന്നലെ നമ്മള് യൂറിൻ ഫോർമേഷന്റെ കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യൂറിൻ ഫോർമേഷനിൽ എന്തൊക്കെ പ്രോസസ് ആണുള്ളത്? പ്രോസസ് എന്ന് പറയുമ്പോൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ഉണ്ട്, പിന്നെ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ഉണ്ട്, ട്യൂബുലാർ സെക്രീഷൻ ഉണ്ട്. ഓക്കെ, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയുമ്പം ഏകദേശം 1100-1200 ml ഓഫ് ബ്ലഡ് എന്ത് ചെയ്യും, ഒരു മിനിറ്റിൽ നമ്മുടെ കിഡ്നി എന്ത് ചെയ്യും, ഫിൽട്ടർ ചെയ്തിട്ട് ഇതാക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഫിൽട്രേഷൻ നടക്കുന്നത്? ഹൈ പ്രഷറിൽ, നല്ല പ്രഷറിൽ വരുന്ന ബ്ലഡ് എന്ത് ചെയ്യും, ഈ ഒരു കാപ്പിലറീസ് അല്ലെങ്കിൽ അഫറന്റ് വെസലിലൂടെ വരുന്നതായിരിക്കും. അന്നേരം ഗ്ലോമറുലാർ കാപ്പിലറീസിൽ അതിലെത്തുമ്പോൾ എന്തൊക്കെ ആണ് നമ്മുടെ ഈ ഫിൽട്രേഷനെ സഹായിക്കുന്നത്? നമ്മുടെ ഗ്ലോമറുലാർ ബ്ലഡ് വെസൽസിലുള്ള എൻഡോത്തീലിയം എന്ന് പറഞ്ഞിട്ടുള്ള സെൽസ്, അത് ഗ്ലോമറുലാർ ബ്ലഡ് വെസൽസിലാണ് അത് കാണുന്നത്. പിന്നെ എന്താണ്, ബൊമാൻസ് ക്യാപ്സ്യൂളിലുള്ള എപ്പിത്തീലിയം സെൽസ്, പിന്നെ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു ബേസ്മെന്റ് മെംബ്രെയിൻ. ഇവരൊക്കെയാണ് എന്തിനു സഹായിക്കുന്നത്? ഈ ഒരു ഫിൽട്രേഷന് സഹായിക്കുന്നത്. ഓക്കെ, ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത് ഓർത്ത് വെക്കണേ? പോഡോസൈറ്റ്സ് എന്നാണ്. പോഡോസൈറ്റ്സ്, ഈ പേരൊന്ന് ഓർത്ത് വെച്ചോട്ടോ. ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിലുള്ള എപ്പിത്തീലിയൽ സെൽസ്, സെൽസിന് പോഡോസൈറ്റ്സ് എന്നാണ് പറയുന്നത്. അവർക്കിടയിൽ എന്തുണ്ട്? സ്ലിറ്റ്സ് അല്ലെങ്കിൽ പോൾസ് ഉണ്ട്. ആ പോൾസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഫിൽട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫിൽട്രേറ്റ് ഉള്ളിലേക്ക് പോകുന്നത്. ഓക്കെ, ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. അതിൽ എന്ത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ? പ്രോട്ടീൻസ് ഒഴികെയുള്ള ബാക്കി എല്ലാ അതും എന്ത് ചെയ്യും? ബ്ലഡ് പ്ലാസ്മയിലുള്ള എല്ലാ അതും ആ ഒരു സ്ലിറ്റിലൂടെ എന്ത് ചെയ്യും? ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിലേക്ക് പോകും. ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് എങ്ങോട്ടാണ് അത് പോകുന്നത്? നെക്സ്റ്റ് എങ്ങോട്ടായിരിക്കും? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലേക്കായിരിക്കും പോകുന്നത്. ആ ഒരു പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്താണ്, മാക്സിമം ആയിട്ട് വാട്ടറും ഇലക്ട്രോലൈറ്റ്സും ഇതിന്റെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് നോക്കണേ. എന്ന് വെച്ചാൽ എന്താണ്, ഒരു മിനിറ്റിൽ എത്ര എമൗണ്ട് ഓഫ് ഫിൽട്രേറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അതിന് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ എത്ര ഫിൽട്രേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഓക്കെ, അതിൽ ഒരു 125 ml per minute ആണ് നോർമൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫിൽട്രേറ്റ് എന്ത് ചെയ്തു? ബൊമാൻസ് ക്യാപ്സ്യൂളിൽ എത്തിക്കഴിഞ്ഞു. അവിടുന്ന് നെക്സ്റ്റ് എന്താണ്? ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആണ്. ഈ ഫിൽട്രേറ്റിൽ നമുക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് വേണം? നമുക്കതൊക്കെ തിരിച്ചെടുക്കണം. അതില് ഫസ്റ്റ് വരുന്നത് എന്താണ്? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആണ്. അപ്പൊ അവിടെ വെച്ച് തന്നെ എന്തുണ്ട്? കുറേ സാധനങ്ങൾ തിരിച്ച് ബോഡിയിലേക്ക് തന്നെ എടുക്കും. ഒരു 70 to 80% ഓഫ് ന്യൂട്രിയൻസും ഇലക്ട്രോലൈറ്റ്സും വാട്ടറും, 70 to 80% ന്യൂട്രിയൻസ്, ഇലക്ട്രോലൈറ്റ്സ്, വാട്ടർ, ഇതൊക്കെ എവിടെ നിന്ന് തന്നെ എടുക്കും? ആ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ നിന്ന് തന്നെ ബോഡിയിലേക്ക് തിരിച്ചെടുക്കും. ഓക്കെ, അത് എന്തൊക്കെയാണ് അബ്സോർബ് ചെയ്യുന്നതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇത്. ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, Na+, അങ്ങനെയുള്ള ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവര് വാട്ടർ ഇതൊക്കെ തിരിച്ചെടുക്കുന്നുണ്ട്. ഒരു 70 to 80% അവിടെ നിന്ന് തന്നെ എടുക്കും. നെക്സ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്? ഹെൻലീസ് ലൂപ്പിലേക്കാണ് പോകുന്നത്. ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബിലേക്കാണ് പോകുന്നത്. അവരെന്താണ്? വാട്ടറിന് പെർമിബിൾ ആണ്. വാട്ടറിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ്? അവർ ഇലക്ട്രോലൈറ്റ്സിന് പെർമിബിൾ അല്ല. അവര് വേറെ ഒരു ഇലക്ട്രോലൈറ്റ്സ് ഒന്നും എന്ത് ചെയ്യില്ല, ആ ഒരു ഡിസെൻഡിങ് ലിംബിൽ നിന്ന് അങ്ങോട്ട് പോകാനും തിരിച്ചതിലേക്ക് കയറാനും ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ വാട്ടർ എന്ത് ചെയ്യും? ഈ ഒരു ഫിൽട്രേറ്റിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് ഇങ്ങനെ പോകും. അവരുടെ ഇലക്ട്രോലൈറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താവും? ഈ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആവുന്ന എവിടുന്നാണ്? ഹെൻലീസ് ലൂപ്പിൽ നിന്നാണ്. ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബാണ് ഈ വാട്ടറിന് ഇത്രയും കോൺസെൻട്രേഷൻ വരാൻ കാരണമാകുന്നത്. കാരണം എന്താ? വാട്ടർ പുറത്തേക്ക് പോകും, പക്ഷെ ഈ ഒരു ഇലക്ട്രോലൈറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇലക്ട്രോലൈറ്റ്സിന് പെർമിബിൾ അല്ല ഡിസെൻഡിങ് ലിംബ്. പിന്നെ അത് എവിടെ എത്തും? അസെൻഡിങ് ലിംബിൽ എത്തും. അസെൻഡിങ് ലിംബിൽ എത്തുമ്പോൾ അതെന്താണ്? കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും അല്ലെ? വാട്ടർ ഒക്കെ കുറെ പോയി കഴിഞ്ഞു. കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് എവിടെ എത്തുന്നത്? അസെൻഡിങ് ലിംബിൽ എത്തുന്നത്. അസെൻഡിങ് ലിംബിൽ എന്ന് വെച്ചാൽ അവർക്ക് വാട്ടർ ഇംപെർമിയബിൾ ആണ്. എന്ന് വെച്ചാൽ അസെൻഡിങ് ലിംബിൽ നിന്നും വാട്ടർ പുറത്തേക്ക് പോകുന്നില്ല. പക്ഷെ എന്ത് ചെയ്യും? ഇലക്ട്രോലൈറ്റ്സ് പുറത്തേക്ക് പോകും. ഓക്കെ, വാട്ടർ പുറത്തേക്ക് പോകുന്നില്ല, ഇലക്ട്രോലൈറ്റ്സ് പുറത്തേക്ക് പോകും. ഇലക്ട്രോലൈറ്റ്സ് പുറത്തേക്ക് പോകുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എന്താവും? അവര് ഡയല്യൂട്ടഡ് ആയിട്ടുള്ള കേസിലാവും. ഓക്കെ,
അപ്പം ഡിസെൻഡിങ് ലിംബിൽ അവർ കുറച്ചുകൂടി എന്തായിരുന്നു കോൺസെൻട്രേറ്റഡ് ആയി. കാരണം എന്താ, വാട്ടർ പുറത്തേക്ക് പോയി, ഇലക്ട്രോലൈറ്റ്സ് പോയില്ല. അസെൻഡിങ് ലിംബിൽ എത്തുമ്പോൾ വാട്ടറിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല, പക്ഷെ എന്തായി, ഇലക്ട്രോലൈറ്റ്സ് ആയിരുന്നു കുറെയൊക്കെ പുറത്തേക്ക് പോയി. അതുകൊണ്ട് തന്നെ അതെന്തായി, കുറച്ചുകൂടി യൂറിൻ ഡയല്യൂട്ടഡ് ആയിട്ട് മാറി. ഇനി അത് എവിടെ എത്തും, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ എത്തും. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ നിന്നും എന്താണ് കുറെയൊക്കെ ഇലക്ട്രോലൈറ്റ്സും വാട്ടറും എന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, വാട്ടറിന്റെയും ഇലക്ട്രോലൈറ്റ്സിന്റെയും അബ്സോർപ്ഷൻ എവിടെ നടക്കുന്നുണ്ട്, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലും നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എവിടെ എത്തും, കളക്ടിംഗ് ഡക്റ്റിൽ എത്തും. കളക്ടിംഗ് ഡക്റ്റിൽ നിന്ന് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ബോഡിയിലേക്ക് തിരിച്ചെടുക്കും. ഓക്കെ, കളക്ടിംഗ് ഡക്റ്റിൽ നിന്ന് വാട്ടർ ആണ് ലാർജ് എമൗണ്ട് ബോഡിയിലേക്ക് തിരിച്ചെടുക്കുക. ഓക്കെ, എന്തിനാ കുറച്ച് അങ്ങനെയാകുമ്പോൾ എന്താവും, കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ ആണ് എന്ത് ചെയ്യുക, പുറത്തേക്ക് പോവുക. വാട്ടർ നമുക്ക് ആവശ്യമുള്ളതല്ലേ, അപ്പം അത് കുറച്ചുകൂടി നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും, തിരിച്ചെടുക്കും. എന്നിട്ട് കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ ആണ് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ട്യൂബുലാർ സെക്രീഷൻ ആണ്. ഈ ഒരു ഇതിന് എന്ത് വേണം, നമ്മുടെ വാട്ടർ പോകുന്നുണ്ട്, ഇലക്ട്രോലൈറ്റ്സ് പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ എന്ത് വേണം, അതിനുള്ളിൽ ആ ഒരു റീജിയനിൽ ഓസ്മോളാരിറ്റി എന്ത് വേണം, മെയിൻറ്റെയിൻ ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ കുറച്ച് സെക്രീഷൻസ് എന്ത് ചെയ്യും, ആ ഒരു റീജിയനിലേക്ക് കൊടുക്കുകയും ചെയ്യും. അവിടെ നിന്ന് കുറച്ച് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ നിന്നും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ നിന്നും ആ ഒരു അയോണിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ എന്നെയും ഈ Na+, Ka+ എന്ന് പറഞ്ഞുള്ളത് ഇല്ലേ, ആ ഒരു ഇലക്ട്രോലൈറ്റ്സിനെ എന്ത് ചെയ്യും, അതിനെ സെക്രീറ്റ് ചെയ്യും. ഓക്കെ, ഇതിന്റെ ബാലൻസ് Na+, K+ന്റെ ഒക്കെ ബാലൻസ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ H+, K+, പിന്നെ എന്താണ് നമ്മുടെ NH3 ഒക്കെ എന്ത് ചെയ്യും, അവര് സെക്രീറ്റ് ചെയ്യും. H+, K+, NH3 ഇതൊക്കെ എന്ത് ചെയ്യും, അവര് ആ ഒരു റീജിയനിലേക്ക് സെക്രീറ്റ് ചെയ്യും. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ കാർബണേറ്റിനെ എന്ത് ചെയ്യും, അവര് അബ്സോർബ് ചെയ്തെടുക്കുകയും ചെയ്യും. എന്താണ് ചെയ്യുന്നത്, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലും ഈ ഒരു അയോണിക് ബാലൻസും പിന്നെ ആസിഡ് ബേസ് pH ഒക്കെ എന്താണ്, ആ ഒരു pHഉം അയോണിക് ബാലൻസും നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ H+, K+, പിന്നെ NH3 ഒക്കെ എന്ത് ചെയ്യും, അവർ ആ ഫിൽട്രേറ്റിലേക്ക് സെക്രീറ്റ് ചെയ്യും. മാത്രമല്ല ആ ഫിൽട്രേറ്റിൽ നിന്ന് അവർ കാർബണേറ്റിനെ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്ത് എടുക്കുകയും ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എവിടെ എത്തി, കളക്ടിംഗ് ഡക്റ്റിൽ എത്തുമ്പോൾ അവിടെയും എന്ത് വേണം, pHഉം അയോണിക് ബാലൻസും ഒക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് അവരും എന്ത് ചെയ്യും, ഈ ഒരു H+ഉം K+ അയോണും ഒക്കെ എന്ത് ചെയ്യും, ആ ഒരു ഫിൽട്രേറ്റിലേക്ക് റിലീസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഒരു സെലക്റ്റീവ് റീഅബ്സോർപ്ഷനും ഈ ഒരു സെക്രീഷനും ഒക്കെ നടക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് അവസാനം എന്തായിട്ട് മാറും, യൂറിൻ ആയിട്ട് മാറും. അപ്പം അവസാനത്തെ എന്താണ് എത്ര എമൗണ്ട് യൂറിൻ ആണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.5 ലിറ്റേഴ്സ് അത്രയും യൂറിൻ എന്തുണ്ടാവുന്നുണ്ട്, അവസാനം ഈ ഒരു പ്രോസസ് ഒക്കെ കഴിയുമ്പോൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഈ ഒരു പിക്ചർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇവിടെ ഫിൽട്രേറ്റ് ഉണ്ടായി ബൊമാൻസ് ക്യാപ്സ്യൂളിൽ എത്തി. അത് എങ്ങോട്ട് പോകും, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലേക്ക് പോകും. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ നിന്ന് ഒരു 70 to 80% റീഅബ്സോർപ്ഷനും ഇതൊക്കെ അവിടെ തന്നെയാണ് നടക്കുന്നത്, ഈ ഒരു പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലാണ് നടക്കുന്നത്. ഓക്കെ, 70% റീഅബ്സോർപ്ഷൻ അവിടെ നടന്നു കഴിഞ്ഞു. ഓക്കെ, എന്താണ് H2O, അങ്ങനെ വാട്ടർ, പിന്നെ ആവശ്യമുള്ള മിനറൽസ്, ഇതിന്റെയൊക്കെ 70 to 80% അവിടെ റീഅബ്സോർപ്ഷൻ നടക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഡിസെൻഡിങ് ലിംബ് ഓഫ് എന്താണ് ഹെൻലീസ് ലൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് സെലക്റ്റീവ് ആയിട്ട് എന്തിനെ മാത്രമേ പുറത്തേക്ക് വിടൂ, H2O പുറത്തേക്ക് മാത്രമേ പോകാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, എന്ത് പറ്റില്ല, സൊല്യൂട്ട്സിന് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിന് അല്ലെങ്കിൽ സൊല്യൂട്ട്സിന് ഇംപെർമിയബിൾ ആയിട്ടുള്ള വാളാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റില്ല, സൊല്യൂട്ട്സ് പുറത്തേക്ക് പോവില്ല. H2O മാത്രം എന്ത് ചെയ്യും, H2O മാത്രം പുറത്തേക്ക് പോകും. അങ്ങനെ ഈ ഒരു യൂറിൻ എന്താവും, H2O എന്ന് വെച്ചാൽ വെള്ളമല്ലേ, വെള്ളം കുറെ പോയി കഴിഞ്ഞു, സൊല്യൂട്ട്സ് കുറെ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, അത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ ആയിരിക്കും.
അല്ലെ, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫിൽട്രേറ്റ് ആയിരിക്കും, യൂറിൻ ആയിട്ടില്ല, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫിൽട്രേറ്റ് ആയിരിക്കും. അങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫിൽട്രേറ്റ് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? അസെൻഡിങ് ലിംബിലേക്കാണ് പോകുന്നത്. പക്ഷെ ഇവിടുന്ന് എന്തില്ല, വാട്ടറിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ആകെ പുറത്തേക്ക് പോകുന്ന ആരാണ്? ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ NaCl അങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, അങ്ങനെ അപ്പൊ എന്താണ്, കുറെ ഇലക്ട്രോലൈറ്റ്സും പുറത്തേക്ക് പോയി. അപ്പൊ കുറച്ചുകൂടി എന്തായി, അതൊരു ഡയല്യൂട്ടഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് വന്നു. ഏത്? ഫിൽട്രേറ്റ് കുറച്ചുകൂടി ഡയല്യൂട്ടഡ് ആയി. കാരണം അതിന് എന്താ, വാട്ടർ പുറത്തേക്ക് ഇപ്പൊ പോകുന്നില്ല, പക്ഷെ ഇലക്ട്രോലൈറ്റ്സ് കുറെ പുറത്തേക്ക് പോയി. അപ്പൊ എന്തായി, കുറച്ചുകൂടി ഡയല്യൂട്ടഡ് ആയിട്ടുള്ള എന്താ, ഫിൽട്രേറ്റ് ആയി. പിന്നെ അത് എന്ത് ചെയ്തു? ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലേക്ക് പോയി. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ നിന്നും ഇതുപോലെ തന്നെ എന്ത് ചെയ്തു? Na+ അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്തു? നമ്മള് ബോഡിയിലേക്ക് തിരിച്ചെടുത്തു. NaCl അതിന്റെ ഒക്കെ ഇതുണ്ട്, Na+ ഒക്കെ ബോഡിയിലേക്ക് കുറെ തിരിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ എത്തി? കളക്ടിങ് ഡക്റ്റിൽ എത്തി. കളക്ടിങ് ഡക്റ്റിൽ നിന്ന് എന്തുണ്ട്? NaCl ഒക്കെ എടുക്കുന്നത് മാത്രമല്ല, നമ്മുടെ എന്താക്കുന്നുണ്ട്? നമ്മുടെ H2O ഒക്കെ, വാട്ടറിന്റെ ഒക്കെ ഒരു ഹൈ റീഅബ്സോർപ്ഷൻ എവിടെ നടക്കുന്നുണ്ട്? ഈ ഒരു കളക്ടിങ് ഡക്റ്റിൽ നടക്കുന്നുണ്ട്. കളക്ടിങ് ഡക്റ്റിൽ നിന്ന് ഒരുപാട് വാട്ടറിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ബോഡിയിലേക്ക് തിരിച്ചെടുക്കും. ഓക്കെ, നമ്മൾ ഇനി സെക്രീഷൻസിനെ നോക്കുവാണെങ്കിൽ എവിടെ, ഈ ഒരു പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലും നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ ആ ഒരു അയോണിക് ബാലൻസ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്താക്കിയിട്ടുണ്ട്? NH3 K+, പിന്നെന്താ, ഇതിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ അങ്ങോട്ട് സെക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെക്രീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇവിടെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലും അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു അയോണിക് ബാലൻസ് ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് സെക്രീഷൻസ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ എവിടെയായിരുന്നു? കളക്ടിങ് ഡക്റ്റിൽ അല്ലേ പറഞ്ഞത്? കളക്ടിങ് ഡക്റ്റിലും കുറച്ച് എന്താണ്, നമ്മുടെ കളക്ടിങ് ഡക്റ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എടുക്കുന്നത് എന്താണ്? അവിടേക്ക് എടുക്കുന്നത് H2O ആണ്. H2O ഭയങ്കര രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്തെടുക്കും. അത് അന്നേരം ഈ ഒരു ഫിൽട്രേറ്റ് എന്താവും? കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ട് മാറും. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കൗണ്ടർ കറന്റ് മെക്കാനിസം ഓഫ് യൂറിൻ ആണ് പറയുന്നത്. കൗണ്ടർ കറന്റ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു അയോണിക് ബാലൻസ് ഇതൊക്കെ നിയന്ത്രിക്കാനും H2O ആ ഒരു ബാലൻസ് ഒക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു റീജിയനിലുള്ള ബാലൻസ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഒരു കൗണ്ടർ കറന്റ് മെക്കാനിസം ഉള്ളത്. കൗണ്ടർ കറന്റ് മെക്കാനിസം എന്ന് പറയുന്നത് അതിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഹെൻലീസ് ലൂപ്പും വാസാറെക്ടയും ആണുള്ളത്. വാസാറെക്ട നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, എഫറന്റ് വെസൽ ഇതിൽ നിന്ന് കാപ്പിലറീസ് വന്ന് അതാണ് എന്തുണ്ടാകുന്നത്? ഈ ഒരു വാസാറെക്ട ആയിട്ട് മാറുന്നതെന്ന്. നമ്മുടെ ഹെൻലീസ് ലൂപ്പിനെ അതിനതാക്കിയിട്ടാണ്, അതിന്റെ ചുറ്റുമാണ് എന്ത് കാണുന്നത്? ഈ ഒരു വാസാറെക്ട എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹെൻലീസ് ലൂപ്പും വാസാറെക്ടയും ആണ് എന്ത്? ഈ ഒരു യൂറിനെ കോൺസെൻട്രേറ്റഡ് ആക്കാൻ സഹായിക്കുന്നത്. അപ്പൊ ഫിൽട്രേറ്റ് എങ്ങോട്ട് പോകും? ഫിൽട്രേറ്റ് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിസെൻഡിങ് ലിംബിൽ നിന്ന് അസെൻഡിങ് ലിംബിലേക്ക്. എവിടെ? ഹെൻലീസ് ലൂപ്പിൽ ഈ ഒരു ഫിൽട്രേറ്റിന്റെ ഫ്ലോ ഉണ്ടാവും. അതുപോലെ തന്നെ വാസാറെക്ടയിൽ എന്തിന്റെ ഫ്ലോ ആണ് ഉണ്ടാവുക? നമ്മുടെ ബ്ലഡിന്റെ ഫ്ലോയും ഉണ്ടാവും. ഓക്കെ, അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ചാല് ഇത് ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബ് ഇതാണ്, അസെൻഡിങ് ലിംബ് ഇതാണെങ്കിൽ വാസാറെക്ട എടുത്ത് നോക്കുകയാണെങ്കിൽ വാസാറെക്ടന്റെ ഡിസെൻഡിങ് ലിംബ് ഇതും അസെൻഡിങ് ലിംബ് ഇതും ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ സ്റ്റെപ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഹെൻലീസ് ലൂപ്പിന്റെ എന്താണ്? ഹെൻലീസ് ലൂപ്പിന്റെ അസെൻഡിങ് ലിംബിൽ എന്തുണ്ടാവും? നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്? Na+ അല്ലെങ്കിൽ സൊല്യൂട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്? അത് ആ ഒരു മെഡുലറി അല്ലെങ്കിൽ ആ റീജിയനിലേക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? പാസ് ചെയ്യുന്നുണ്ട് അല്ലെ? അവരിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? NaCl പുറത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അത് എവിടെയാണ്? ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്, മെഡുല്ലേന്റെ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിലേക്ക് എന്ത് പോകും? പാസ് ചെയ്യും NaCl. എവിടെ നിന്ന്? നമ്മുടെ അസെൻഡിങ് ലിംബ്, ഹെൻലീസ് ലൂപ്പിന്റെ അസെൻഡിങ് ലിംബിൽ നിന്ന് എന്ത് പോകും? NaCl ഈ ഒരു മെഡുലറി റീജിയനിലേക്ക് പോകുന്നുണ്ട്. അതെന്ത് ചെയ്യും?
ആ ഒരു ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിന്റെ ഇവിടെയുള്ള ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിന്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ എന്ത് ചെയ്യും? സഹായിക്കും അല്ലെ? ഈ ഒരു റീജിയനിലുള്ള മെഡുലറി റീജിയനിലുള്ള എന്താവും ഒരു കോൺസെൻട്രേഷൻ അങ്ങ് കൂടും. ആ ഒരു കോൺസെൻട്രേഷൻ കൂടുമ്പോ എന്താ സംഭവിക്കുക? അങ്ങോട്ട് എവിടുന്ന് വാട്ടർ ഉണ്ടോ വാട്ടറിന്റെ ഒരു മൂവ്മെന്റ് അങ്ങോട്ട് ഉണ്ടാവില്ലേ ഇല്ലേ? കോൺസെൻട്രേഷൻ കൂടുതലായിട്ടുള്ളിടത്തേക്ക് എന്താണ് കുറവുള്ളത് എന്ന് വെച്ചാൽ വാട്ടറിന്റെ മൂവ്മെന്റ് എങ്ങോട്ടുണ്ടാവും? ഈ ഒരു ഇവിടുന്ന് ഇങ്ങനെ ഡിസെൻഡിങ് ലിംബിൽ നിന്ന് H2O പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? H2O ഡിസെൻഡിങ് ലിംബിൽ നിന്നും കളക്റ്റീവ് ഡക്റ്റിൽ നിന്നും എങ്ങോട്ട് പോകും? ഈ ഒരു കോൺസെൻട്രേഷൻ കൂടിയിട്ടുള്ള NaCl വന്നിട്ട് കോൺസെൻട്രേഷൻ കൂടിയിട്ടുള്ള ആ ഒരു ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് മെഡുല്ലയിലുള്ള ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിലേക്ക് പോകും. ഓക്കെ, ഡിസെൻഡിങ് ലിംബിൽ നിന്ന് H2O പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കളക്റ്റിംഗ് ഡക്റ്റിൽ നിന്നും എന്തുണ്ടായിരുന്നു? H2O പോകുന്നുണ്ടായിരുന്നില്ലേ? അത് എങ്ങോട്ടാണ് വരുന്നത്? ഈ ഒരു കോൺസെൻട്രേഷൻ ഹൈ ആയിട്ട് നിൽക്കുന്ന ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫ്ലൂയിഡിൽ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുള്ള H2O അല്ലേ, ഈ H2O എന്ത് ചെയ്യും എന്ന് വെച്ചാൽ വാസാറക്റ്റയിലേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, എന്താണ് ഈ പുറത്തേക്ക് വന്നിട്ടുള്ള ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിലേക്ക് വന്നിട്ടുള്ള എന്ത് വാട്ടർ വാസാറക്റ്റയിലേക്ക് എൻ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യും, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്യും. ഈ വാട്ടർ ഇവിടുന്ന് എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യും? ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്സ് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സൊല്യൂട്ട്സിന്റെ ഹൈ കോൺസെൻട്രേഷൻ അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിനെ ഹൈപ്പർടോണിക് യൂറിൻ ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസെൻഡിങ് ലിംബിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അതിനെ കോൺസെൻട്രേറ്റ് ആക്കുന്നതെന്ന് അല്ലെ? അതിൽ നിന്ന് വാട്ടർ മാത്രമേ പുറത്തേക്ക് പോകുന്നുള്ളൂ എന്ന്. ആ വാട്ടർ എങ്ങോട്ടാണ് പോകുന്നത്? ആ വാട്ടർ പോകുന്നത് ഈ ഒരു ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിലേക്കാണ് അല്ലെ? മെഡുലയിലുള്ള ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിലേക്കാണ്. കാരണം എന്താ? അവിടെ NaCl വന്ന് അത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പോകുന്ന വാട്ടറിനെ എന്ത് ചെയ്യും? നേരെ വാസാരക്റ്റയിലേക്കാണ് പോകുന്നത്. ഈ വാസാരക്റ്റ എന്ത് ചെയ്യും? നേരെ അതിന്റെ അസെൻഡിങ് ലിംബ് ആ ഒരു വഴി കൊണ്ടുപോകും. ഓക്കെ, ഈ ഉണ്ടാവുന്ന NaCl ഇല്ലേ, ബാക്കി അവിടെ ആ ഒരു കോൺസെൻട്രേഷൻ അതിൽ ഉണ്ടാവുന്ന NaCl എന്ത് ചെയ്യുന്ന വെച്ചാല് വാസാരക്റ്റിന്റെ ഡിസെൻഡിങ് ലിംബിലേക്ക് NaCl എൻ്റർ ചെയ്യുകയും അതെന്ത് ചെയ്യും? അസെൻഡിങ് ലിംബിലേക്ക് ട്രാവൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ, വീണ്ടും അതെന്ത് ചെയ്യും? ഈ ഒരു NaCl വാസാരക്റ്റയിൽ നിന്നും ഇന്റർസ്റ്റീഷ്യൽ ഇതിലേക്ക് തന്നെ എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്യുകയും ചെയ്യും. H2O ഇത് ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബ് അസെൻഡിങ് ലിംബ്. ഇതെന്താണ്? ഇത് വാസാരക്റ്റന്റെ ഡിസെൻഡിങ് ലിംബ്, ഇത് അസെൻഡിങ് ലിംബ്. അപ്പം ഇവിടുന്ന് എന്ത് ചെയ്തു? ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലേക്ക് വന്നിട്ടുള്ള വാട്ടറിനെ എന്ത് ചെയ്തു? ഇവര് ക്യാരി ചെയ്ത് കൊണ്ടുപോയി. അതുപോലെ തന്നെ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? NaClനെയും ഇവരെന്ത് ചെയ്യും? എടുക്കും. എന്ത് ചെയ്യും? NaClനെയും ഇവർ എടുക്കുന്നുണ്ടെങ്കിലും ഇവരെന്ത് ചെയ്യും? ഈ NaCl എന്ത് ചെയ്യും? തിരിച്ച് ആ ഒരു സ്പേസിലേക്ക് തന്നെ എസ്കേപ്പ് ചെയ്യും. ഓക്കെ, അതാണ് എന്ത് കൗണ്ടർ കറന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ആ ഒരു റീജിയനിലുള്ള കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അയോണിക് ബാലൻസ് pH ഇതൊക്കെ നിലനിർത്താൻ എന്താണ് ഈ ഒരു കൗണ്ടർ കറന്റ് ഇതാണ് സഹായിക്കുന്നത്. കൗണ്ടർ കറന്റ് മെക്കാനിസം ആണ് സഹായിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി നോക്കുകയാണെങ്കിൽ റെഗുലേഷൻ ഓഫ് ദ കിഡ്നി ഫംഗ്ഷന്റെ റെഗുലേഷൻ എങ്ങനെയാണെന്ന്. അത് വെറുതെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഇതൊന്നും നടക്കില്ലല്ലോ. അപ്പൊ എവിടെന്നെങ്കിലും എന്തിന്റെങ്കിലും ഒക്കെ എന്ത് വേണം? ഒരു ഇത് കൊണ്ടുവരണം, എന്തെങ്കിലും ഇമ്പൽസോ അല്ലെങ്കിൽ ചെയ്യൂന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സിഗ്നൽസ് ഒക്കെ എന്ത് ചെയ്യണം? ഇവർക്ക് കിട്ടണം അല്ലെ? അപ്പം ഈ ഒരു റെഗുലേഷൻ നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹോർമോണൽ ഫീഡ്ബാക്ക് മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ്. ഹോർമോണൽ ഫീഡ്ബാക്ക് മെക്കാനിസം വെച്ചിട്ടാണ്. എന്തൊക്കെയാണ് ഈ റെഗുലേഷനിൽ പങ്കെടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോതലാമസ്, പിന്നെ ജെക്സ്ട്രാ മെഡുലാർ അപ്പാരറ്റസ്, പിന്നെ ഹാർട്ട്.
ഓക്കെ, ഹൈപ്പോതലാമസിൽ നിന്നുള്ളതുണ്ട്, ജെക്സ്ട്രാ മെഡുലാർ അപ്പാരറ്റസിൽ നിന്നുള്ളതുണ്ട്, അതുപോലെ തന്നെ ഹാർട്ടിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി റെഗുലേഷൻ വഴി ADH അല്ലെങ്കിൽ ഹൈപ്പോതലാമസ് എന്ന് നോക്കിക്കഴിഞ്ഞാല്, ഓക്കെ, ഹൈപ്പോതലാമസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ADS നെ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ADH എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ ആണ്. അത് ഏതാണ്? വാസോപ്രസിൻ ആണ്. ഓക്കെ, ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ വാസോപ്രസിൻ. അത് എന്താ, എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ ബോഡിയിൽ ബോഡി ഫ്ലൂയിഡിന്റെ ലെവല് ഭയങ്കര കുറവാണെങ്കിൽ, ബോഡി ഫ്ലൂയിഡിന്റെ ലെവല് കുറവാണെങ്കിൽ എന്താണ്, എന്ത്, ഹൈപ്പോതലാമിക് ഓസ്മോ റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യും, ആക്ടിവേറ്റ് ആവും. ഓക്കെ, ആ ഹൈപ്പോതലാമസിലുള്ള ഓസ്മോ റിസെപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആകും. ഈ ഓസ്മോ റിസെപ്റ്റേഴ്സ് ഹൈപ്പോതലാമസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് എന്തിനെ റിലീസ് ചെയ്യിക്കും? ആന്റി ഡൈയൂററ്റിക് ഹോർമോണിനെ റിലീസ് ചെയ്യിക്കും. എവിടേക്ക്? ബ്ലഡിലേക്ക്. ഓക്കെ, ഈ ഒരു ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ എന്തിനാണ്? ഡൈയൂറസിസിനെ പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുക. ഡൈയൂറസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈയൂറസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാട്ടർ, യൂറിനിലൂടെ കുറെ വാട്ടർ പോകുന്നതിനെയാണ് എന്ത് പറയാ? ഡൈയൂറസിസ് എന്ന് പറയാ. ഓക്കെ, ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ADH എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അധികം വാട്ടറിന് എന്ത് ചെയ്യില്ല, ബ്ലഡിലൂടെ പുറത്തേക്ക് വിടില്ല. ഓക്കെ, ഓക്കെ, ഡൈയൂറസിസ് എന്ന് പറഞ്ഞാൽ എന്താ? യൂറിനിലൂടെ കുറെ വാട്ടറിനെ പുറത്തേക്ക് പോകുന്ന ആ ഒരു അവസ്ഥയാണ് ഡൈയൂറസിസ് എന്ന് പറയുന്നത്. വാസോപ്രസിൻ എന്താണ്? ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ ആണ്. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് ഒരുപാട് വാട്ടറിനെ എന്ത് ചെയ്യില്ല, ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോക്കൂല, കളയൂല. ഓക്കെ, പോവാൻ അവർ സമ്മതിക്കൂല. ഓക്കെ, അപ്പൊ നമ്മുടെ ബോഡിയിൽ ബോഡി ഫ്ലൂയിഡ്സ് കുറവാണെങ്കിൽ എന്താണ്, യൂറിനിലൂടെ ഒരുപാട് വെള്ളം നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റൂലല്ലോ. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാല് ഹൈപ്പോതലാമസിലുള്ള ഹൈപ്പോതലാമിക് ഓസ്മോ റിസെപ്റ്റേഴ്സ് ഹൈപ്പോതലാമസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ADHന്റെ റിലീസ് നടത്തും. ഓക്കെ, ADH എന്ത് ചെയ്യും? ഈ ഒരു എന്താ, ഈ ഒരു ഡൈയൂറസിസിനെ പ്രിവെന്റ് ചെയ്തിട്ട് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം എന്താണ്, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആൻഡ് കളക്ടിംഗ് ഡക്ട്. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ നിന്നും കളക്ടിംഗ് ഡക്റ്റിൽ നിന്നും എന്ത് ചെയ്യും? നന്നായിട്ട് വാട്ടറിനെ ഇങ്ങോട്ട് റീഅബ്സോർബ് ചെയ്യും, ശരീരത്തിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യും. അങ്ങനെയാണ് എന്ത്, ഈ ഒരു ADH വഴി നടക്കുന്നത്. ഇനിയിപ്പം വാട്ടറിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുതലാണെങ്കിലോ, വാട്ടർ ലെവൽ ഹൈ ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? ബോഡിയിൽ നിന്ന് കുറെ വാട്ടർ ഇങ്ങനെ പുറത്തേക്ക് പോകണം അല്ലേ? നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനേക്കാൾ കൂടുതൽ വാട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? യൂറിനിലൂടെ കുറെ വാട്ടർ നമുക്ക് പുറത്തേക്ക് പോകണം. അങ്ങനെയാകുമ്പോൾ എന്താ നിൽക്കാന്ന് വെച്ചാല് ഈ ഒരു ഹൈപ്പോതലാമിക് ഓസ്മോ റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യും? സ്വിച്ച് ഓഫ് ആവും. ഓക്കെ, അതങ്ങ് സ്വിച്ച് ഓഫ് ആയിട്ട് നിൽക്കും. ഹൈപ്പോതലാമിക് ഓസ്മോ റിസെപ്റ്റേഴ്സ് അവർ ആക്ടിവേറ്റ് ആയിട്ട് ഹൈപ്പോതലാമസിനെ ആക്ടിവേറ്റ് ആക്കിയിട്ടാണ് എന്ത്, ADH പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് എന്ത് വേണ്ട? ADH വേണ്ട, വാട്ടറിനെ കുറെ ബോഡിയിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെയാകുമ്പോ എന്താണ്, അധികം വാട്ടറിന് എന്ത് ചെയ്യില്ല? റീഅബ്സോർബ് ചെയ്യില്ല. എവിടെ? ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലും കളക്ടിംഗ് ഡക്റ്റിലും എന്ത് നടക്കില്ല? അധികം റീഅബ്സോർപ്ഷൻ നടക്കില്ല. എന്ത് നടക്കും? ഡൈയൂറസിസ് നടക്കും. ഡൈയൂറസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് വാട്ടർ യൂറിനിലൂടെ അല്ലെങ്കിൽ പുറത്തേക്ക് പോവുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇതിലുള്ള റെഗുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ജെക്സ്ട്രാ മെഡുലാർ അപ്പാരറ്റസ് വഴിയുള്ള റെഗുലേഷൻ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ? ഓക്കെ, ജെക്സ്ട്രാ മെഡുലാർ അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ ഒരു ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂള്, അതും പിന്നെ എന്താണ്, അഫറന്റ് ആർട്ടീരിയോൾ ഇല്ലേ? അഫറന്റ് ആർട്ടീരിയോളും ഈ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും അവർ രണ്ടുപേരും കൂടി കോണ്ടാക്ട് ചെയ്യുന്ന ഒരു റീജിയനിൽ എന്താണ്, അവിടെ ഫോം ചെയ്യുന്ന ഒരു സെല്ലുലാർ മോഡിഫിക്കേഷൻ ആണ് എന്ത്? ജെക്സ്ട്രാ മെഡുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. എന്താണ്? ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും അഫറന്റ് ആർട്ടീരിയോളും കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഫോം ചെയ്യുന്ന ഒരു സെല്ലുലാർ മോഡിഫിക്കേഷൻ ആണ് എന്ത്? ജെക്സ്ട്രാ മെഡുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. ഓക്കെ, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും അഫറന്റ് ആർട്ടീരിയോളും എവിടെ കോണ്ടാക്ട് ചെയ്യുന്നു അവിടെ ഫോം ചെയ്യുന്ന ഒരു സെല്ലുലാർ മോഡിഫിക്കേഷൻ ആണ്, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. ഓക്കെ, ഇവരാണ് എന്ത് ചെയ്യുന്നത്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്തായിരുന്നു? ഒരു മിനിറ്റിൽ എത്ര ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് അല്ലെ? അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ജെക്സ്ട്രാ മെഡുലാർ അപ്പാരറ്റസ് ആണ്. അതെങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത് വെച്ചാല്
ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് അത് ഭയങ്കര ലോ ആവാന്ന് വിചാരിച്ചോ. എന്ന് വെച്ചാൽ ഓരോ മിനിറ്റിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ആ ഫിൽട്രേഷൻ ഭയങ്കര ലോ ആയിട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്താവും, ഈ ഒരു സെൽസ് എന്ത് ചെയ്യുന്ന വെച്ചാല് റെനിനെ അങ്ങോട്ട് റിലീസ് ചെയ്യും, സെൽസ് ആക്ടിവേറ്റ് ചെയ്യും. ഈ ഒരു സെൽസ് ആക്ടിവേറ്റ് എന്തിനെ ആക്ടിവേറ്റ് ചെയ്യും, ഈ ഒരു റെനിന്റെ റിലീസിനെ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, റെനിന്റെ റിലീസിനെ ആക്ടിവേറ്റ് ചെയ്യും. റെനിനെ റിലീസ് ചെയ്യും ബ്ലഡിലേക്ക്. റെനിന്റെ റിലീസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അത് റിലീസ് ചെയ്യും. എന്നിട്ട് റെനിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, റെനിൻ ഡയറക്റ്റ് ആയിട്ടല്ല ചെയ്യുന്നത്. റെനിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആൻജിയോടെൻസിനോജൻ എന്ന് പറഞ്ഞിട്ടുള്ള ലിവർ പ്രോട്ടീൻ, ആൻജിയോടെൻസിനോജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിവർ പ്രോട്ടീൻ ഉണ്ട്, അത് ബ്ലഡിലാണ് ഉള്ളത്. ഓക്കെ, എന്താണ് പേരെന്താ, ആൻജിയോടെൻസിനോജൻ. ആൻജിയോടെൻസിനോജനെ എന്താക്കി മാറ്റും, ആൻജിയോടെൻസിൻ 1 ആക്കും. എന്നിട്ട് അതിൽ നിന്ന് ആൻജിയോടെൻസിൻ 2 ഉണ്ടാക്കും. ഓക്കെ, ഈ റെനിൻ എന്താ ചെയ്യുന്നത്, ആൻജിയോടെൻസിനോജൻ എന്ന് പറഞ്ഞിട്ടുള്ള ലിവർ പ്രോട്ടീനിനെ, ബ്ലഡിലുള്ള ലിവർ പ്രോട്ടീനിനെ ആൻജിയോടെൻസിൻ 1 ആക്കും. അതിൽ നിന്ന് ആൻജിയോടെൻസിൻ 2 ഉണ്ടാക്കും. ആ ആൻജിയോടെൻസിൻ 2 എന്താണ്, ഒരു വാസോ കൺസ്ട്രക്ടർ ആണ്. വാസോ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലഡ് വെസൽസിനെ ഒക്കെ ഒന്ന് ചുരുക്കുക. ഓക്കെ, അങ്ങനെ ബ്ലഡ് വെസൽസിനെ ഒക്കെ ചുരുക്കി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക, ഓക്കെ, ബ്ലഡ് പ്രഷർ കൂടുകയല്ലേ ചെയ്യുക. ഓക്കെ, ഒരു നോർമൽ റേറ്റിൽ പോകുന്ന ബ്ലഡ് ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിന്റെ എന്താ പറയാ, ആ ഒരു ഇതിന്റെ ഇതങ്ങ് കുറച്ചു എന്ന് വിചാരിക്കാം. ഇത്രയും വലിയ ഇതിലൂടെ ഒരു ബ്ലഡ് പോകുന്നുണ്ട്. ഇതിനെ കൺസ്ട്രക്ട് ചെയ്ത് ചെറിയതാക്കി അതിലൂടെ ബ്ലഡ് പോകുമ്പോൾ എന്താണ്, സെയിം എമൗണ്ട് ബ്ലഡ് ആണെങ്കിലും എന്താണ്, അതിന്റെ പ്രഷർ കുറച്ചുകൂടി കൂടുതൽ ഇതിലായിരിക്കില്ലേ അനുഭവപ്പെടുക. അങ്ങനെ ബ്ലഡ് പ്രഷർ എന്ത് ചെയ്യും, ആൻജിയോടെൻസിൻ 2 എന്താണ് ചെയ്യുന്നത്, ഗ്ലോമറുലാർ ബ്ലഡ് പ്രഷർ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യും. ഗ്ലോമറുലാർ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്, ആ ഒരു ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, പിന്നെ ഈ ഒരു ആൻജിയോടെൻസിൻ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ആൻജിയോടെൻസിൻ 2 എന്തുകൂടി ചെയ്യുന്നുണ്ട്, അഡ്രിനൽ കോർട്ടക്സിനെ ആക്ടിവേറ്റ് ചെയ്യും. എന്തിനെ ആക്ടിവേറ്റ് ചെയ്യും, അഡ്രിനൽ കോർട്ടക്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ആൽഡോസ്റ്റിറോണിന്റെ റിലീസിന് കാരണമാകും. ഓക്കെ, എന്താണ് ആൻജിയോടെൻസിൻ 2 എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അത് എന്താണ്, അതൊരു വാസോ കൺസ്ട്രക്ടർ ആണ്. ബ്ലഡിൻ ആ വാസ്കുലാർ ടിഷ്യൂവിന്റെ എന്ത് ചെയ്യും, അതിനെ അങ്ങോട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ട് ബ്ലഡ് പ്രഷർ എന്ത് ചെയ്യും, കൂട്ടും. ഓക്കെ, ബ്ലഡിന്റെ ഫ്ലോന്റെ പ്രഷർ കൂട്ടും. അങ്ങനെ എന്ത് കൂടും, നമ്മുടെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കൂടും. അത് മാത്രമല്ല എന്ത് ചെയ്യും, അഡ്രിനൽ കോർട്ടക്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ആൽഡോസ്റ്റിറോണിന്റെ എന്താണ് റിലീസിന് കാരണമാവും. ഈ ആൽഡോസ്റ്റിറോൺ ആണ് എന്തിനെ സഹായിക്കുന്നത്, ഡിസ്റ്റൽ പാർട്സിൽ നിന്ന് ഈ ഒരു കളക്ടിംഗ് ഡക്ട് അല്ലെങ്കിൽ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ നിന്നൊക്കെ Na+ അതിന്റെയും വാട്ടറിന്റെ ഒക്കെ റീഅബ്സോർപ്ഷന് സഹായിക്കുന്നത് ആരാണ്, ഈ ഒരു ആൽഡോസ്റ്റിറോൺ ആണ്. ഓക്കെ, ആൽഡോസ്റ്റിറോൺ എന്തിനു സഹായിക്കും, Na+ വാട്ടറിന്റെ ഇതിന്റെയൊക്കെ റീഅബ്സോർപ്ഷന്, എവിടെ നിന്ന്, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, കളക്ടിംഗ് ഡക്ട്, അവിടെ നിന്നൊക്കെ ഉള്ള റീഅബ്സോർപ്ഷന് എന്താണ് സഹായിക്കുന്നത്, ഈ ഒരു ആൽഡോസ്റ്റിറോൺ ആണ് സഹായിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇതാക്കുമ്പോ അതും എന്താക്കുന്നുണ്ട്, ഈ ഒരു ബ്ലഡ് പ്രഷറിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി റെഗുലേഷൻ ബൈ ഏട്രിയൽ നേട്രിയൂററ്റിക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ANF കൊണ്ടുള്ള റെഗുലേഷൻ. ANF കൊണ്ടുള്ള റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിന്റെ ഫ്ലോ ബിക്കം ഹൈ, ബ്ലഡ് ഫ്ലോ ഭയങ്കര ഹൈ ആവുകയാണ്. ഓക്കെ, ബ്ലഡ് ഫ്ലോ ഭയങ്കര ഹൈ ആവുമ്പോ എന്താണ് സംഭവിക്കുക, ഭയങ്കര ഹൈ ആവുക. അത്രയും ഹൈ എന്ത് വേണ്ട, നമുക്ക് ആവശ്യമില്ല അല്ലെ, ഡാമേജ് ഇതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത്രയും ഹൈ ആയിട്ട് നമുക്ക് എന്ത് വേണ്ട, ഇത് വേണ്ട. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാല് പിന്നെ മാത്രമല്ല എന്താ, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് ഭയങ്കര കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല. അപ്പൊ അതെന്ത് ചെയ്യും, ഹാർട്ടിന്റെ
ഏട്രിയൽ വാള്, ഹാർട്ടിന്റെ ഏട്രിയ എന്ന് പറയുന്ന ചേമ്പറിന്റെ വാള് എന്ത് ചെയ്യും? ANF നെ റിലീസ് ചെയ്യും. ഓക്കെ, ഹാർട്ടിലെ ഏട്രിയൽ വാള്, ഹാർട്ടിന്റെ ഏട്രിയൽ ഭാഗത്തിന്റെ വാള് എന്ത് ചെയ്യും? ANF നെ റിലീസ് ചെയ്യും. ഈ ANF എന്തുണ്ടാക്കും? വാസോ ഡയലേഷൻ ഉണ്ടാക്കും. വാസോ കൺസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ബ്ലഡ് വെസൽ അതിനെ ചുരുക്കുന്നതാണ്. വാസോ ഡയലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ വോളിയം കൂട്ടുന്നതാണ്. ഓക്കെ, ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യും, കൂട്ടും. ഓക്കെ, അങ്ങനെയാകുമ്പോൾ എന്താവും? ബ്ലഡ് പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ എന്താവും? ബ്ലഡ് പ്രഷർ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മിക്സ്ചറേഷൻ ആണ്. ഓക്കെ, ഇതിപ്പോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. നമുക്കിപ്പോ സമയമായിട്ടുണ്ട്, സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സാം നടത്തിയിട്ട് തിരിച്ചു വന്നിട്ട് ബാക്കി ഇതും പറയാം. ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ആൻസർ ചെയ്യാം. ഓക്കെ,
ഹലോ. ഓക്കെ, എല്ലാരും എക്സാം എഴുതി കഴിഞ്ഞോ? എക്സാം അല്ല, ടെസ്റ്റ് എഴുതി കഴിഞ്ഞോ? ഹലോ, എല്ലാരും അറ്റൻഡ് ചെയ്തോ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഓക്കെ, അറ്റൻഡ് ചെയ്തോ? അറ്റൻഡ് ചെയ്തു. എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു? മാക്സിമം എത്ര അറ്റൻഡ് ചെയ്യാൻ സമയമുണ്ടായി? ഓക്കെ, ആരും ഒന്നും പറയുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാ, ഈ ഒരു ചാപ്റ്റർ ഞാൻ ഒരു 5 മിനിറ്റ് 5 മിനിറ്റ് അല്ല, കുറച്ച് സമയം കൂടി ഉണ്ടെങ്കിൽ ഇതൊന്ന് കഴിയും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം ഞാൻ ഈ ചാപ്റ്റർ ഒന്ന് കഴിക്കട്ടെ കേട്ടോ. ഓക്കെ ആണോ? Yes, miss. Yes, ma'am. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ എന്തായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? മിക്ചറേഷൻ എന്ന് പറയുന്ന ഇതായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ? മിക്ചറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, മിക്ചറേഷൻ എന്ന് പറഞ്ഞാൽ റിലീസ് ഓഫ് യൂറിൻ ആണ്. യൂറിന്റെ റിലീസിനെയാണ് എന്ത് പറയുന്നത്? മിക്ചറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു എന്താണ് മിക്ചറേഷന് കാരണമാകുന്ന ന്യൂറൽ മെക്കാനിസത്തിന് എന്താ പറയാ? മിക്ചറേഷൻ റിഫ്ലെക്സ് എന്നാണ് പറയാ. മിക്ചറേഷന് കാരണമാകുന്ന ന്യൂറൽ മെക്കാനിസത്തിന് മിക്ചറേഷൻ റിഫ്ലെക്സ് എന്നാണ് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ യൂറിനറി ബ്ലാഡറിൽ യൂറിൻ ഫില്ലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു സ്ട്രെച്ചിങ് ഉണ്ടാവും അല്ലെ? ആ ഒരു സ്ട്രെച്ചിങ് ഒരു സിഗ്നൽ എന്ത് ചെയ്യും? ഒരു സിഗ്നൽ ഇനീഷ്യേറ്റ് ചെയ്യും. അങ്ങനെ സ്ട്രെച്ച് ആയി കഴിയുമ്പോൾ. ഓക്കെ, യൂറിനറി ബ്ലാഡറിൽ യൂറിൻ ഫില്ല് ചെയ്യുമ്പോൾ അത് സ്ട്രെച്ച് ചെയ്യും. അപ്പൊ ആ ഒരു സ്ട്രെച്ചിങ്ങിൽ എന്ത് ചെയ്യും? ഒരു സിഗ്നൽ ഇനീഷ്യേറ്റ് ചെയ്യപ്പെടും. ഈ ഒരു ഇത് ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും? യൂറിനറി ബ്ലാഡറിലുണ്ട്. അവരെങ്ങോട്ട് CNS എന്ത് കൊടുക്കും? ആ ഒരു സിഗ്നൽ പാസ് ചെയ്യും. ഓക്കെ, സ്ട്രെച്ച് ചെയ്യുമ്പോൾ യൂറിനറി ബ്ലാഡർ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഒരു സിഗ്നൽ ഉണ്ടാവും യൂറിനറി ബ്ലാഡറിന്റെ ആ ഒരു വാൾസിൽ, അല്ലെങ്കിൽ ഇതിൽ എന്തുണ്ടാവും? ആ ഒരു സ്ട്രെച്ച് റിസപ്റ്റർ ഉണ്ടാവും. ആ ഒരു സ്ട്രെച്ച് ആവുമ്പോൾ അവരെങ്ങോട്ട് CNS എന്ത് ചെയ്യും? ആ ഒരു സിഗ്നൽസ് പാസ് ചെയ്യും. CNS എന്ത് ചെയ്യും? മോട്ടോർ മെസ്സേജസ് എങ്ങോട്ട് കൊടുക്കും? യൂറിനറി ബ്ലാഡറിന്റെ ആ മസിൽസിലേക്ക് എന്ത് കൊടുക്കും? മോട്ടോർ മെസ്സേജസ് കൊടുക്കും. എന്തിനാണ്? നമ്മുടെ സ്മൂത്ത് മസിൽസിന്റെ കോൺട്രാക്ഷൻ നടത്താൻ. ആ കോൺട്രാക്ഷൻ നടത്തിയിട്ടാണ് എന്തുണ്ടാവുന്നത്? യൂറിൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത് അല്ലെ? അപ്പൊ ആ ഒരു സിഗ്നൽ ആര് കൊടുക്കും? CNS മോട്ടോർ മെസ്സേജസ് വഴി കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ്, ബ്ലാഡറിലുള്ള സ്മൂത്ത് മസിൽസിന്റെ കോൺട്രാക്ഷൻ ഉള്ള ഇനീസിയേഷൻ മെസ്സേജസ് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്താവും? നമ്മുടെ യുറീത്രൽ സ്പിഞ്ചർ ഉണ്ട് അല്ലെ? ആ ഒരു സ്പിഞ്ചർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു എന്താണ് യുറീത്ര ആ ഒരു ഇതിൽ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലെ? ആ ഒരു സ്പിഞ്ചർ എന്ത് ചെയ്യും? റിലാക്സ് ചെയ്യും. ആ ഒരു സ്പിഞ്ചറിന്റെ റിലാക്സേഷൻ സമയത്ത് എന്താവും? മിക്ചറേഷൻ സംഭവിക്കും. റിലാക്സ് ചെയ്യുമ്പോൾ യൂറിൻ അതിലൂടെ ഒഴുകിപ്പോകും അല്ലെ? എന്ത് സംഭവിക്കും? റിലാക്സേഷൻ ഓഫ് യൂറിത്രൽ സ്പിഞ്ചർ നടക്കും. അപ്പൊ മിക്ചറേഷൻ സംഭവിക്കും. ഫസ്റ്റ് എന്താണ്? ആ ഒരു യൂറിനറി ബ്ലാഡർ സ്ട്രെച്ച് ചെയ്യും. ആ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിന്റെ വാൾസിലുള്ള സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് CNS എന്ത് ചെയ്യും? മെസ്സേജസ് കൊടുക്കും, അല്ലെ സിഗ്നൽസ് അയക്കും. CNS തിരിച്ചെന്ത് ചെയ്യും? മോട്ടോർ മെസ്സേജസ് അയക്കും. എന്ത്? ആ ഒരു വാളിലുള്ള സ്മൂത്ത് മസിൽസിന്റെ കോൺട്രാക്ഷന് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് അയക്കും. ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ഒരു യൂറിത്രൽ പിന്നോട്ട് റിലാക്സ് ചെയ്യുക. അത് റിലാക്സ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അതിലൂടെ ഒരു ഓപ്പണിംഗ് ഇതായിട്ട് അതിലൂടെ യൂറിൻ പാസ് ചെയ്യും. ആ ഒരു ഇതിനെയാണ്
ഓക്കെ, ഒരു അഡൽട്ട് ഹ്യൂമൻ ബീയിങ് എന്ത് ഒരു 1 to 1.5 ലിറ്റർ പെർ ഡേ 1 to 1.5 ലിറ്റേഴ്സ് ആണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അതിൽ എത്ര ഉണ്ടാവും? 25 to 30 gram ഓഫ് യൂറിയ അളവുണ്ടാവും. ഓക്കെ, യൂറിൻ എന്ന് പറയുമ്പോൾ ഒരു സ്ലൈറ്റ് യെല്ലോ കളേർഡ് ആയിരിക്കും, വാട്ടറി ആയിട്ടുള്ള ഫ്ലൂയിഡ് ആയിരിക്കും. കുറച്ച് ഒരു 6 ആ ഒരു ഇതിലാണ് വരുന്നത്. പിന്നെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഓർഡർ എന്തിനുണ്ടാവും? യൂറിൻ ഉണ്ടാവും. ഓക്കെ, അബ്നോർമൽ യൂറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിനിലുള്ള അബ്നോർമാലിറ്റീസ് ആണ്. മെറ്റബോളിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ആ മാൽ ഫങ്ഷനിങ് ഒക്കെ വരുമ്പോൾ എന്ത് പറ്റും? കിഡ്നിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വരും. അപ്പൊ എന്താവും? ഈ ഒരു യൂറിൻ കോമ്പോസിഷനിൽ മാറ്റം വരും. അങ്ങനെ ഉണ്ടാകുന്നതാണ് എന്ത്? ഗ്ലൈക്കോസൂറിയ. ഗ്ലൈക്കോസൂറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കോസിന്റെ പ്രസൻസ് ഉണ്ടാവുക. ഇതൊന്നും അബ്സോർബ് ചെയ്യപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ പ്രസൻസ് എന്തിലും ഉണ്ടാവുക? യൂറിനിൽ ഉണ്ടാവുക. അബ്സോർബ് ചെയ്ത് എടുക്കാതിരിക്കാനുള്ളതാണ് എന്ത്? ഗ്ലൂക്കോസൂറിയ എന്ന് പറയുന്നത്. ഗ്ലൂക്കോസൂറിയ എന്ന് പറഞ്ഞുള്ള മാൽഫങ്ഷൻ ആണെങ്കിൽ അതെന്താണ്? ഗ്ലൂക്കോസ് യൂറിനിൽ ഉണ്ടാവുക, ഗ്ലൂക്കോസ് കാണുക. ഇത് കാണിക്കുന്ന എന്താണ്? ഡയബറ്റീസ് മെലിറ്റസ് ആണ് കാണിക്കുന്നത്. എന്താണ്? ഡയബറ്റീസ് മെലിറ്റസ് ആണ് കാണിക്കുന്നത്. ഇനി കീറ്റോനൂറിയ എന്ന് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അതെന്താണ്? കീറ്റോൺ ബോഡീസ്. യൂറിനിൽ എന്ത് കാണുക? കീറ്റോൺ ബോഡീസ് ആണ് കാണുന്നത്. എന്താണ്? ഡയബറ്റീസ് മെലിറ്റസ് ആണ്. പക്ഷെ കീറ്റോനൂറിയ ആണ്. ഡയബറ്റീസ് എന്താണ്? അതിൽ ഗ്ലൂക്കോസ് ആണ് കാണുന്നത്. ഓക്കെ, ഗ്ലൂക്കോസൂറിയ. ഓക്കെ, ഇതെന്ന് പറഞ്ഞാല് അടുത്ത എന്താണ്? യുറേമിയ. യുറേമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കിഡ്നിന്റെ മാൽ ഫങ്ഷനിങ് ആണ്. ബ്ലഡിൽ എന്ത് ചെയ്യാ? യൂറിയ എന്തിലൂടെ പോണം? നമ്മുടെ ഒരു എന്താണ്? യൂറിനിലൂടെ പുറത്തു പോകണം അല്ലെ? പക്ഷെ യൂറിയന്റെ അക്യുമുലേഷൻ എവിടെ ഉണ്ടാവുക? ബ്ലഡിൽ ഉണ്ടാവുക. അതിനാണ് യുറേമിയ എന്ന് പറയുന്നത്. കിഡ്നിയുടെ മാൽ ഫങ്ഷനിങ് ആണ്. പിന്നെ റീനൽ കിഡ്നിയില് എന്താണ്? ഓക്സലേറ്റ്സിന്റെ സ്റ്റോൺസ് ഉണ്ടാവുക. ഓക്സലേറ്റ്സിന്റെ സ്റ്റോൺ എവിടെ ഉണ്ടാവുക? കാൽക്കുലൈ എന്ന് പറയുന്നത്. പിന്നെന്താ? ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്ലോമറുലയിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ ആണ്. ഗ്ലോമറുലയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതെന്താണ്? ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ആണ്. ഓക്കെ, ഇനി ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാല് യുറേമിയ ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ എന്താണ്? ഹീമോഡയാലിസിസ് വഴി അവർക്ക് എന്ത് വേണം? ഈ യൂറിയ ബ്ലഡിൽ നിന്ന് റിമൂവ് ചെയ്യണം. കാരണം നമുക്ക് മെയിൻ ആയിട്ട് യൂറിയ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ നൈട്രോജനസ് വേസ്റ്റിന് റിമൂവ് ചെയ്യണം അല്ലെ? അതിനാണ് നമ്മൾ ഈ യൂറിൻ ഫോർമേഷൻ ഒക്കെ ഉണ്ടാക്കി റിമൂവ് ചെയ്യാൻ നടക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ യൂറിയ ഉണ്ടെങ്കിൽ അതെന്താണ്? നമുക്കത് ഹാർംഫുൾ ആണ്. അപ്പം അത് റിമൂവ് ചെയ്യാൻ എന്ത് ചെയ്യും? ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് എന്താണ്? ബ്ലഡ് ഡ്രെയിൻ ചെയ്യും. ഒരു കൺവീനിയന്റ് ആർട്ടറിയിൽ നിന്ന് കൂടെ ബ്ലഡിനെ ഡ്രെയിൻ ചെയ്തെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഹെപ്പാരിൻ ആഡ് ചെയ്യും. അത് ആന്റികോയാഗുലന്റ് ആണ്. എന്തിനാണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ബ്ലഡിന് എന്ത് ചെയ്യും? ഡയാലിസിസ് യൂണിറ്റിലേക്ക് കൊടുക്കും. ഒരു അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്നാണ് അതിൽ പറയാ. ഈ ഒരു ഇതിലുള്ള അതിൽ നിന്ന് എന്ത് ചെയ്യും? ഈ ഒരു ഡയാലിസിസ് അല്ലെങ്കിൽ യൂറിയന്റെ ഇതൊക്കെ എന്താ നൈട്രോജനസ് വേസ്റ്റിന് എന്ത് ചെയ്യും? എടുത്ത് മാറ്റി കളഞ്ഞിട്ട് എന്നിട്ട് ആ ബ്ലഡിനെ തിരിച്ചെന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചു കയറ്റുകയാണ് ചെയ്യുക. ഇത് തിരിച്ചു കയറ്റുന്നതിന് മുമ്പ് എന്താണ്? ആന്റി ഹെപ്പാരിൻ ആഡ് ചെയ്യും. ആന്റി ഹെപ്പാരിൻ ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? നമ്മുടെ ബോഡിയിലേക്ക് വെയിന് വഴി തിരിച്ചു കയറ്റുക. ഇതാണ് അതിന്റെ എന്ത്? ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലഡ് റിമൂവ് ചെയ്യുക, ഹെപ്പാരിൻ ആഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ഇതിലേക്ക് കൊടുക്കുക, ഡയാലിസിസ് നടത്തുന്ന ഒരു ഇതിലേക്ക് കൊടുക്കുക. അതിൽ നിന്ന് എന്ത് ചെയ്യുക? വീണ്ടും അതൊക്കെ കഴിഞ്ഞിട്ട് യൂറിയ അതൊക്കെ വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ആന്റി ഹെപ്പാരിൻ ആഡ് ചെയ്ത് ബ്ലഡ് ഇതിലേക്ക് വീണ്ടും കയറ്റുക. ഓക്കെ, പിന്നെ കിഡ്നി ഫെയിലിയേഴ്സ് അങ്ങനെ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ് നടത്തുന്നത്. കിഡ്നി എങ്ങനെയാണ്? ഫങ്ഷണൽ ആയിട്ടുള്ള കിഡ്നി എവിടുന്ന്? ഒരു ഡോണറിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ക്ലോസ് റിലേറ്റീവ് അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നൊക്കെയാണ് എടുക്കുന്ന. എന്തിനു സഹായിക്കും? റിജക്ഷന്
റിജക്ഷൻ ഇല്ലാണ്ട് നമ്മുടെ ബോഡി അത് സ്വീകരിക്കാൻ എന്ത് ചെയ്യും, സഹായിക്കും. ഓക്കെ. പിന്നെ അഡീഷണൽ എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്ന് വെച്ചാൽ എക്സ്ക്രീഷന് സഹായിക്കുന്ന വേറെ ഓർഗൻസ്, കിഡ്നി അല്ലാതെ എക്സ്ക്രീഷന് പങ്കെടുക്കുന്ന വേറെ ഓർഗൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ ലങ്സ് ഉണ്ട്. ലങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, CO2നെയും വാട്ടറിനെയും റിമൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ലിവർ ഉണ്ട്. ലിവർ എങ്ങനെയാണ്, സെക്രീറ്റ്സ് ബൈൽ കണ്ടെയ്നിങ് ബൈലിറൂബിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താണ് ബൈലിവേർഡിൻ, കൊളസ്ട്രോള് അങ്ങനെയുള്ള ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ഇതുള്ള ബൈല് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് പിന്നെന്താ സ്കിൻ എന്ന് പറയുമ്പോൾ എന്താണ്, സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട്, സെബേഷ്യസ് ഗ്ലാൻസ് ഉണ്ട്. സ്വെറ്റ് ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, വാട്ടറിനെ ഇതിനെയൊക്കെ വാട്ടറിന്റെ ഇതിലൂടെ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ നിന്ന് കളയുന്നതാണ് അല്ലെ. എന്തിനൊക്കെ കളയുന്നുണ്ട്, NaCl-നെ, പിന്നെ കുറച്ച് ചെറിയ എമൗണ്ട് യൂറിയ, ലാക്റ്റിക് ആസിഡ്, അതിനൊക്കെ എന്തിലൂടെ കളയും, ഇവിടെ കളയും. ഇനി സെബേഷ്യസ് ഗ്ലാൻഡിലാണെങ്കിൽ അത് സ്റ്റിറോൾസും ഹൈഡ്രോ കാർബൺസും അങ്ങനെയുള്ള വാക്സസ് അതൊക്കെ എന്ത് ചെയ്യും, സെബം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതില് സെബേഷ്യസ് ഗ്ലാൻഡിലൂടെ കളയും. അത് സെബം എന്ന് പറയുന്നത് സ്കിന്നിനെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആയിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇത്രയാണ് എന്തിലുള്ളത്, നമ്മുടെ എക്സ്ക്രീറ്ററി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരൊറ്റ മിനിറ്റ്. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു? ഹലോ, ആരെങ്കിലും ഉണ്ടോ? കുഴപ്പമില്ലായിരുന്നു. ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. Which of the following is the non-proteinaceous enzyme? ഏതാണ്? എൻസൈംസ് മിക്കതും പ്രോട്ടീൻസ് ആണ്. ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ് എക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നും അവിടെ തന്നിട്ടുണ്ട്. അത് ഏതാണ്? വേഗം പറഞ്ഞേ. ആർക്കെങ്കിലും അറിയോ? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യോ? ഓപ്ഷൻ ഡി. ഡി ആണോ? ഡി അല്ല, റൈബോസൈം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. റൈബോസൈംസ് നോൺ പ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ള എൻസൈംസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? റൈബോസൈംസ് അത് പറഞ്ഞ സമയത്ത് എല്ലാ എൻസൈംസും പ്രോട്ടീൻസ് ആണ് എക്സെപ്റ്റ് റൈബോസൈംസ് പോലുള്ള ചില എൻസൈംസ് പ്രോട്ടീൻസ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, റൈബോസൈം ആണ് അതിന് ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് എൻസൈം കാറ്റലൈസസ് ദ ഹൈഡ്രോളിസിസ് ഓഫ് ഗ്ലൂക്കോസ്? ഗ്ലൂക്കോസിന്റെ ഹൈഡ്രോളിസിസിന് ഇതാക്കുന്നത് ഏതാണ്? ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഏതാണ്? ഗ്ലൂക്കോസ്. ഓപ്ഷൻ എ. അതന്നെ, എ ആണ്, ഗ്ലൂക്കോസിഡേസ് ആണ്. ഓക്കെ. It is possible to classify enzymes, vitamins and hormones as a single category of biological chemicals because they all അവർ എല്ലാരും എന്താ ചെയ്യുന്നത്? എൻസൈംസും വൈറ്റമിൻസും ഹോർമോൺസിനെ ഒക്കെ ഒരു സിംഗിൾ കാറ്റഗറി ആയിട്ട് ഇതിൽ ഏതിൽ വെക്കാൻ പറ്റും?
ഇവരെല്ലാവരും എന്തിന് സഹായിക്കുന്നവരാണ്? മെറ്റബോളിസത്തിനെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നവരല്ലേ? അല്ലെ, മെറ്റബോളിസത്തിനെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നവരല്ലേ ഇവരൊക്കെ? എൻസൈംസ്, വൈറ്റമിൻസ്, ഹോർമോൺസ് ഇവരൊക്കെ അല്ലെ? എന്താണ്? Yes, ma'am. മെറ്റബോളിസത്തിനെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നവരാണ്. ഓക്കെ ഓക്കെ. വിച്ച് ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ ഹ്യൂമൻ ബോഡി? ഏതാണ്? A. എ ആണ്, കറക്റ്റ് ആണ്. ഓക്കെ, കൊളാജൻ ആണ് കേട്ടോ. യെസ്. വാട്ട് ഈസ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ പ്രോപ്പർട്ടി ഓഫ് ആൻ എൻസൈം? എൻസൈമിന്റെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഏതാണ് ഇതില്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എൻസൈംസ് എന്തിനാണ് ഇതാക്കുന്നത്? അവർക്ക് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ഉണ്ട് അല്ലെ? അല്ലേ? B. ഏതാണ്? Option A. എ ആണോ ഉദ്ദേശിച്ചത്? ബി ആണോ ഉദ്ദേശിച്ചത്? തെർമൽ ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള. ആക്ച്വലി ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താ അറിയോ? സ്പെസിഫിസിറ്റി ആണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ എൻസൈംസും അതിന്റെ സബ്സ്ട്രേറ്റുമായിട്ട് ഭയങ്കര എന്താണ്, സബ്സ്ട്രേറ്റ് സ്പെസിഫിക് ആണ് അവര്. ഓക്കെ, ഒരു പ്രത്യേക സബ്സ്ട്രേറ്റിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്ക് അല്ലേ ബൈൻഡ് ചെയ്തതാക്കാൻ പറ്റുള്ളൂ. ഓരോ സബ്സ്ട്രേറ്റിനായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള എൻസൈംസ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ? അവർക്ക് ഭയങ്കരമായിട്ടുള്ള സ്പെസിഫിസിറ്റി ഇല്ലേ? ഉണ്ട്. അവർക്ക് തെർമൽ ഡീനാച്ചുറേഷൻ ഉണ്ട്. ഭയങ്കര ഹൈ എന്താണ് ടെമ്പറേച്ചർ ഒക്കെ വരുമ്പോൾ അവർ ഡീനാച്ചുറേറ്റ് ചെയ്ത് പോവും. പക്ഷെ അവരുടെ ഏറ്റവും മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്താണ്? സ്പെസിഫിസിറ്റി ആണ്. കാരണം സ്പെസിഫിക് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് ഇതിന് മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ? ബൈൻഡ് ചെയ്യൂ, അല്ലെങ്കിൽ അതിന് കാറ്റലൈസിസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എല്ലാ എൻസൈംസും എല്ലാ സബ്സ്ട്രേറ്റിനെയും പോയിട്ട് കാറ്റലൈസ് ചെയ്യുമെങ്കിൽ എന്താണ്? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഇവിടെ സ്പെസിഫിസിറ്റി ആണ് കേട്ടോ അതിൻ്റെതായിട്ട് വരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദ ഫൈനൽ പ്രൊഡക്റ്റ് ഓഫ് സ്റ്റാർച്ച് ഡൈജഷൻ ഈസ് എന്താ പറയാ? സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്തു. ഡൈജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? അതിനെ സിമ്പിൾ അതിന്റെ മോണോമേഴ്സ് ആയിട്ട് അതിനെ എന്താണ്, അതിനെ പാർട്ട് ആക്കുക അല്ലെ? അതിന്റെ മോണോമേഴ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കുകയാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാർച്ചിന്റെ എന്താണ് നിങ്ങൾ ഇവിടെ നോക്കേണ്ടത്? മോണോമർ ഫോം ഏതാണെന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇതിൽ ഏതായിരിക്കും? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. സ്റ്റാർച്ചിനെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അല്ലെ, അതിന്റെ മോണോമേഴ്സ് എന്താ? ഗ്ലൂക്കോസ് ആണ് കേട്ടോ അതിന് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, വിച്ച് എൻസൈം കാറ്റലൈസസ് ദ ഓക്സിഡേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ? ഹീമോഗ്ലോബിന്റെ ഓക്സിഡേഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം. ഹീമോഗ്ലോബിന്റെ ഓക്സിഡേഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ഇതിൽ ഏതായിരിക്കും? ഓക്സിഡൈസ് ആണ്. Which of the following is not a function of lipids in living organisms? നാല് വായിച്ചു നോക്കുക, എന്നിട്ട് ഏതെങ്കിലും പ്രോപ്പർട്ടി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആൾക്കാരാണ് ചെയ്യുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പറയാം.
ഇത് മൂന്നും ലിപ്പിഡ്സിന്റെ ഫംഗ്ഷൻ ആണ്. എൻസൈമാറ്റിക് കാറ്റലിസിസ് എന്ന് പറയുന്നത് എന്താണ്? ആരാ ചെയ്യുന്നത്? എൻസൈംസ് ആണ് ചെയ്യുന്നത് അല്ലെ? ആ ഒരു പ്രോപ്പർട്ടി എന്തിനില്ല? ലിപ്പിഡ്സിനില്ല. ഓക്കെ, അത് ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, പ്രോട്ടീൻസ് നോർമലി ഡു നോട്ട് കണ്ടെയ്ൻ വിച്ച് എലമെന്റ്? ഏത് എലമെന്റ് ആണ് പ്രോട്ടീൻസിൽ സാധാരണയായിട്ട് കാണാത്തത്? പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അമിനോ ആസിഡ്സിന്റെ എന്താണ്? പോളിമേഴ്സ് ആണ് അല്ലെ? അമിനോ ആസിഡ്സ് കൂട്ടി വെച്ചിട്ടുള്ളതാണ്. അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട്? എന്തൊക്കെ കണ്ടിട്ടുണ്ട്? ഇതുണ്ടോ അമിനോ ആസിഡില്? ഇതുണ്ടോ? പിന്നെ ഇത് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് എന്ന്. പക്ഷെ നിങ്ങൾ ഫോസ്ഫറസിന്റെ പറഞ്ഞിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആ, കണ്ടിട്ടുണ്ടോ? ഡി ഫോസ്ഫറസ് ആണ് അതിന്റെ ആൻസർ. ഓക്കെ, which of the following is an amino acid which is not considered aromatic? aromatic ആയിട്ട് അല്ലാത്ത ഉള്ള അമിനോ ആസിഡ് ഏതാണ് ഇതില്? തൈറോസിൻ. വാലിൻ ആണ്, ന്യൂട്രൽ ആണ് അല്ലെ? മോസ്റ്റ് അബണ്ടന്റ് ഓർഗാനിക് കോമ്പൗണ്ട് ഓൺ എർത്ത്. ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട് ഏതാ? ഏതാ? ബി അല്ലേ? ആ, ബി കറക്റ്റ് ആണ്. ബി കറക്റ്റ് ആണ്, സെല്ലുലോസ് ആണ്. പ്രോട്ടീൻ ആണോ പറഞ്ഞത്? ബി എന്നല്ലേ പറഞ്ഞത്? അല്ല മാം, സെല്ലുലോസ് ആണ് കേട്ടോ. ഓക്കെ. Which of the following are not polymeric? പോളിമറിക് അല്ലാത്തത് ഏതാണ് ഇതില്? ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? നൈട്രജൻ ബേസ് അല്ലെ? നൈട്രജൻ ബേസസും ഇതൊക്കെ വെച്ചിട്ട് അത് പോളിമറിക് ആണോ? അല്ലെ? പോളിന്യൂക്ലിയോടൈഡ്സ് അതല്ലേ? രണ്ടാമത്തെ പ്രോട്ടീൻസ് എന്തിന്റെ പോളിമേഴ്സാ? അമിനോ ആസിഡിന്റെ. പോളിസാക്കറൈഡ്. ആ, പോളിസാക്കറൈഡ് പിന്നെ പറയണ്ട, ആണ് അല്ലെ? അതിൽ തന്നെ ഉണ്ട്. ലിപ്പിഡ്സ്. ലിപ്പിഡ്സ്. ആ, ലിപ്പിഡ്സ് ആണ്. ലിപ്പിഡ്സ് ആണ്. Lipids are insoluble in water because lipid molecules are. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ആ പേര് വെച്ചിട്ടൊന്ന് നോക്കിയാൽ മതി. ഇൻസോലിയബിൾ ആണ് വാട്ടറിൽ എന്ന് വെച്ചാൽ വാട്ടറിൽ സോലിയബിൾ അല്ല. വാട്ടർ ഹീറ്റിംഗ് എന്നുള്ളത് ഏതാ ഉള്ളത് ഇതില്? നെയിം. വാട്ടർ ഹീറ്റിംഗ് എന്ന് പറയുന്ന ഒരു നെയിം വരുന്ന ഒരു വേർഡ്. ആ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, ആന്റിപെരൽ ആണ്, കറക്റ്റ് ആണ്. Why does oxygen move through the alveolar blood capillaries of the lungs? എല്ലാം വായിച്ചു നോക്കുക, എന്നിട്ട് ഇതിൽ ഏതൊക്കെ വരും നോക്കുക. ഓക്സിജൻ എന്തുകൊണ്ടാണ് ആ capillaries? ഓക്കെ, സി കറക്റ്റ് ആണ്. എന്താണ്, ഹിമോഗ്ലോബിനുമായിട്ട് യൂണിയൻ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെയാണ്. പക്ഷെ അങ്ങനെ പോവാനുള്ള കാരണം വെറും ഹിമോഗ്ലോബിനുമായിട്ട് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് കണ്ടീഷൻസ് വേണ്ടിയിരുന്നില്ലേ? അത് എന്തൊക്കെയായിരുന്നു? ഹൈ ഓക്സിജൻ, ലോ കാർബൺ ഡയോക്സൈഡ്. ആ, ഡിഫറൻസ് ഇൻ ദ O2 ടെൻഷൻ ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് ദ ചേമ്പേഴ്സ് വേണം. പിന്നെന്താണ്? CO2ന്റെ പാർഷ്യൽ പ്രഷർ ഹൈ ആവരുത്. ആ, അതും ചെറുതായിരിക്കണം അല്ലെ? ഇതെല്ലാം കൂടി കൺസിഡർ ചെയ്യുമ്പോഴല്ലേ? ആ, hemoglobin is bonded to carbon monoxide and therefore cannot transport oxygen is called. കാർബമിനോഹീമോഗ്ലോബിൻ. ആ, അത് ഞാൻ ഇത് ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മള് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടാണ് ഇതാക്കുന്നെങ്കിലാണ് എന്ത് വരിക? കാർബമിനോ ഹീമോഗ്ലോബിൻ വരിക.
ഓക്കെ, ഇവിടെ ചോദിച്ചത് എന്താണ്? കാർബൺ മോണോക്സൈഡ് ഉള്ളതാണ്. ഓക്കെ, കാർബൺ മോണോക്സൈഡ് ഉണ്ടെങ്കിൽ ഓക്സിജനുമായിട്ട് എന്ത് ചെയ്യില്ല? ഹീമോഗ്ലോബിൻ ബൈൻഡ് ചെയ്യുന്നത് ഭയങ്കര കുറവായിരിക്കും. എന്തിനോടാ ബൈൻഡ് ചെയ്യുക? അഫിനിറ്റി കൂടുതൽ ഈ ഒരു കാർബൺ മോണോക്സൈഡിനോടായിരിക്കും. അത് കാർബോക്സി ഹീമോഗ്ലോബിൻ ആണ് ആക്കുക കേട്ടോ. ഓക്കെ മാം. കാർബൺ ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്? കാർബോക്സി ഹീമോഗ്ലോബിൻ ആണ്. കാർബൺ ഡയോക്സൈഡിനോടാണ് ഹീമോഗ്ലോബിൻ ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്? കാർബാമിനോ ഹീമോഗ്ലോബിൻ ആണ്. ഓക്കെ, ഓക്സിജനും സിഒയും ഈ ഒരു കാർബൺ മോണോക്സൈഡും കൂടി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹീമോഗ്ലോബിൻ ഒരു കാർബൺ മോണോക്സൈഡിനോടാണ് കുറച്ചുകൂടി എന്ത് ചെയ്യുക? ബൈൻഡ് ചെയ്യാനുള്ള ഒരു അഫിനിറ്റി കൂടുതലുണ്ടാവും. ഓക്കെ, അപ്പൊ കാർബൺ മോണോക്സൈഡ് അതിന്റെ പേരെന്താണ്? കാർബോക്സി ഹീമോഗ്ലോബിൻ ആണ്. ഇനിയിപ്പോ ഇവിടെ കാർബൺ ഡയോക്സൈഡ് ആണ് ചോദിച്ചതെങ്കിൽ എന്താണ്? കാർബാമിനോ. Okay, what disease can occur when the hemoglobin concentration is low? ബ്ലഡിലുള്ള ഹീമോഗ്ലോബിന്റെ അളവ് എന്താണ്? ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടാവുന്ന. ന്യൂമോണിയ എവിടെയാ ഉണ്ടാവുന്നത്? ന്യൂമോണിയ എവിടെയാ ബാധിക്കുന്നത്? എങ്ങനെയാണ് ബാധിക്കുന്നത് കേട്ടോ? അനീമിയ വിളർച്ചയൊക്കെ ഉണ്ടാവുന്നില്ലേ? നമുക്ക് ബ്ലഡിൽ അധികം ഇത് കാണുന്നില്ല, ഹീമോഗ്ലോബിൻ ഇല്ല, ബ്ലഡിന് ഒരു വെള്ള ഇതൊക്കെയാണുള്ളത്, ഹീമോഗ്ലോബിൻ കുറവാണെന്നുള്ളൊരു ഇതിനെന്താ പറയാ? അനീമിയ എന്നല്ലേ? വിളർച്ച ഇതുണ്ടാവുക. കിട്ടിയോ? മനസ്സിലായോ സംഭവം? ഹീമോഗ്ലോബിൻ ആണ് ശരിക്കും എന്ത് കൊടുക്കുന്നത്? നമ്മുടെ ബ്ലഡിന് ആ ഒരു കളർ കൊടുക്കുന്നത് അല്ലെ? അപ്പൊ അതിന്റെ കണ്ടന്റ് എന്താണ്? കണ്ണി ചോരയില്ലാതൊക്കെ പറയില്ലേ? നമുക്ക് ആ ബ്ലഡിന് അത്ര ഒരു എന്ത് കാണില്ല, അത്ര കളറോ ഇതൊന്നും കാണില്ല, അതിന് കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ആ ഒരു ഇതിന് എന്താ പറയാ? നമുക്ക് നല്ല വിളർച്ച ഉണ്ട് എന്നല്ലേ പറയാ? അതെന്താണ്? ഈ ഒരു അനീമിയ എന്ന് പറയുന്നതല്ലേ? What happens to the respiratory rate when the carbon dioxide concentration in the blood increases? ബ്ലഡിലുള്ള കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ അങ്ങ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ റെസ്പിറേറ്ററി റേറ്റിന് എന്താണ് സംഭവിക്കുക? റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വസിക്കുന്ന ആ ഒരു റേറ്റ്, അതിനെന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല എന്നാണ് ഫസ്റ്റ് പറയുന്നത്. എന്താണ്? ഡി ആണോ പറഞ്ഞത്? ഡി ഇൻക്രീസ് എന്നാണോ ഉദ്ദേശിച്ചത്? ഡി ഇൻക്രീസ് ആണെങ്കിൽ അത് കറക്റ്റ് ആണ് കേട്ടോ. കാരണം ബ്ലഡില് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ശ്വസിക്കുന്നതിന്റെ റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. കാരണം ഓക്സിജൻ നമുക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, where does the motivation for voluntary forced breathing came from? എവിടെ നിന്നാണ് വോളണ്ടറി ആയിട്ടുള്ള ഫോഴ്സ്ഡ് ബ്രീത്തിങ്ങിന്റെ മോട്ടിവേഷൻ വരുന്നത്? മോട്ടിവേഷൻ വരുന്നത് വെച്ചാൽ ആ ഒരു സിഗ്നൽ ഇത് പാസ് ചെയ്യുന്ന എവിടെയായിരുന്നു കൺട്രോൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒരു റെസ്പിറേഷന്റെ എവിടെയാണ്? ബ്രെയിനിലല്ലായിരുന്നോ? ന്യൂമോടാക്സിക് സെന്റർ ഒക്കെ പറഞ്ഞിട്ടായിരുന്നോ? ബ്രെയിനിലല്ലായിരുന്നു? അല്ലായിരുന്നോ? പോൺസ് റീജിയൻ അങ്ങനെ പറഞ്ഞ് ഇല്ലേ? മെഡുലറി റീജിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് ബ്രെയിൻ ആണ് കേട്ടോ. ഇവരുടെ ബ്രീത്തിങ്ങിന്റെ ഇത് കൺട്രോൾ ചെയ്യുന്ന ആരായിരുന്നു? റെഗുലേഷൻ ആരായിരുന്നു? ബ്രെയിനിലുള്ള റീജിയൻസ് അല്ലായിരുന്നോ? ബ്രെയിൻ ആണ് ആൻസർ. ഓക്കെ, ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ? മാച്ച് ദ ഫോളോയിങ് ആണ് വരുന്നത്. അപ്പൊ ഇതെന്തായിരിക്കും വരിക? ഒന്ന് പറഞ്ഞേ. ഇൻഹിബിറ്റർ ഓഫ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പുറത്തിലുള്ള ഒരു ഇതിന് ഇൻഹിബിറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്?
ഇതൊന്ന് പറഞ്ഞേ ആദ്യം. ഇതിന്റെ ഏതാ വരിക? ഇൻഹിബിറ്റർ ഓഫ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി. രണ്ടാമത്തെ എന്താണ്? ഡി ആണ്, അത് കറക്റ്റ് ആണ്. അതല്ല ഞാൻ ചോദിച്ചത്. ഇതൊന്ന് ഓർഡർ ചെയ്യാവോ? രണ്ടാമത്തെ A2. ആ ഓക്കെ. കൊളാജൻ. ഓക്കെ. സെൽ വാൾ മെറ്റീരിയൽ ഇൻ ഫഞ്ചൈ. സെൽ വാൾ മെറ്റീരിയൽ. ഓക്കെ, അത് തന്നെയാണ്. സെക്കൻഡറി മെറ്റബോളൈറ്റ്. ഫസ്റ്റ് വൺ റൈറ്റ്. ഓക്കെ. റിച്ച്. കോഫാക്ടറിൽ അതിലുള്ള കോ എൻസൈം ഈസ് എ പാർട്ട് ഓഫ് ഹോളോ എൻസൈം. ഇറ്റ് ഈസ്, അതെന്താണ്? നോൺ പ്രോട്ടീൻ. എന്താണ്? അത് ലൂസ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഓർഗാനിക് പാർട്ട്. അതന്നെ. Tell the correct events that occur during inspiration. ഇൻസ്പിറേഷന്റെ സമയത്ത് ഒക്കർ ചെയ്യുന്ന കറക്റ്റ് ആയിട്ടുള്ള ഇവന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് അവിടെ പറയുന്നത്? കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം. ഡയഫ്രത്തിന്റെ കൺട്രാക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ കൺട്രാക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ, അതിന്റെ കൺട്രാക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ പൾമനറി വോളിയം ഡിക്രീസസ്. പൾമനറി വോളിയം ഡിക്രീസ് ചെയ്യും. ഏതൊക്കെയാ? ഇൻസ്പിറേഷന്റെ സമയത്ത് ഏതൊക്കെയാ നടക്കുന്നില്ല? ഡയഫ്രത്തിന്റെ കോൺട്രാക്ഷൻ ഫസ്റ്റ് നടക്കുന്നുണ്ട് അല്ലെ? ഇല്ലേ? ഇൻസ്പിറേഷന്റെ സമയത്ത് കൺട്രാക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ എന്താ? ഇന്റർകോസ്റ്റൽ മസിൽസും എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രാക്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ? അങ്ങനെ കൺട്രാക്ട് ചെയ്യുമ്പം പൾമനറി വോളിയം ഡിക്രീസ് ചെയ്യാണോ ഇൻക്രീസ് ചെയ്യാണോ ചെയ്യുക? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ പ്രഷർ എന്താ ചെയ്യുക? അപ്പൊ പ്രഷർ എന്താണ്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ രണ്ട് ഇതിൽ വരുന്നതല്ല. ഡി ആണ് കറക്റ്റ്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ? ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് നോക്കിയിട്ട് എന്ത് ചെയ്യാം? അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സമയമായിട്ടുണ്ട്. നമുക്ക് ക്ലാസ് എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങളൊന്ന് നോക്കണേ. ഓക്കെ. താങ്ക് യു മാം. ഓക്കെ.